ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കെമിസ്ട്രി ടിപ്സ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872 എന്നതാണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കുമായി ബേസ് ചെയ്ത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്കൊരു ഡൗട്ട് വന്നത് ഫുഡ് സേഫ്റ്റിയുമായി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് മാത്രമാണോ എക്സാമിന് വരുന്നത് എന്നാണ്. ഒരിക്കലുമില്ല, നമുക്ക് ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും വരാം. കാരണം മുൻപത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ അറിയാം, പല പ്രധാനപ്പെട്ട സെക്ഷനുകളും എടുത്തു ചോദിക്കുന്നുണ്ട്. അത് ഫുഡുമായി റിലേറ്റ് ചെയ്തതും അല്ലാത്തതും ഉണ്ട്. അതിനാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ ഓർത്തു വയ്ക്കുക. നിങ്ങൾക്ക് FSOയുമായി റിലേറ്റ് ചെയ്ത ബുക്ക്ലെറ്റ് ആവശ്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ അവസാനത്തിലുള്ള വാട്സപ്പ് നമ്പറിൽ മാത്രം കോൺടാക്റ്റ് ചെയ്യുക. കൂടുതൽ നോട്ട്സും PDF-ഉം എല്ലാം നിങ്ങൾക്ക് ലഭിക്കുവാൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. ചാനലിൻ്റെ ലിങ്കും മറ്റ് ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ എവിഡൻസ് ആക്റ്റ് ആണ്. അപ്പോൾ എന്താണ് ഇന്ത്യൻ എവിഡൻസ് ആക്ട്? ഒരു ഡോക്യുമെൻ്റ് എങ്ങനെ തെളിയിക്കാം, അതായത് അതിന് കറക്റ്റായിട്ടുള്ള എവിഡൻസ് വേണം, അതായത് പ്രൂഫ് വേണം, എങ്കിൽ മാത്രമേ അത് തെളിയിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ജഡ്ജിൻ്റെ പല ക്വസ്റ്റ്യനും ആൻസർ അവിടെ ഭയങ്കര റിലവൻ്റ് ആണ്. റെലവൻസി എത്രയാണോ അത് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അതായത് ഒരു കുറ്റവാളിയെ ഇടിച്ചു പറയിപ്പിക്കൽ പറ്റില്ല. അത് വേണ്ടത്ര തെളിവുകളോട് കൂടി തന്നെയാണ് ആ ഡോക്യുമെൻ്റ് തെളിയിക്കേണ്ടത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ളതാണ് ഇന്ത്യൻ എവിഡൻസ് ആക്ട്. ഇപ്പോൾ ഒരു മർഡർ നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കത്തി കണ്ടു കിട്ടിയാൽ മാത്രമേ അത് പ്രൂഫായി സ്വീകരിക്കുകയുള്ളൂ. അല്ലാതെ ഞാൻ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമായില്ല. വ്യക്തമായ പ്രൂഫ് ഉണ്ടെങ്കിൽ മാത്രമേ അതിനെ തെളിയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ കാര്യങ്ങളെ ബേസ് ചെയ്ത് കൊണ്ടിട്ടുള്ളതാണ് ഇന്ത്യൻ എവിഡൻസ് ആക്ട്. അപ്പോൾ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കുന്നതിന് മുമ്പ് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇവിടെ പറയുന്നുണ്ട്. അതായത് ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872, അതിൻ്റെ ഷോർട്ട് ഫോം നമുക്ക് പറയാം IEA. ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്നത് IEA എന്നും പറയും. ഇത് ഇനാക്ട് ചെയ്തത് മാർച്ച് 15-നാണ്. 1872 മാർച്ച് 15-നാണ് IEA ഇനാക്ട് ചെയ്തത്. ഇനാക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നടപ്പിലാക്കിയ വർഷമാണ് മാർച്ച് 15-ന്. ദെൻ കമ്മൻസ്ഡ് 1 സെപ്റ്റംബർ 1872. അതായത് ഇറ്റ് ഈസ് കെയിം ഇൻ ടു ആക്ഷൻ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ സെപ്റ്റംബർ 1. ഓക്കെ. ദെൻ ആരുമായിട്ടാണ് ഈ ഇന്ത്യൻ എവിഡൻസ് ആക്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? സർ ജെയിംസ് ഫിറ്റ്സ്ജെയിംസ് സ്റ്റീഫൻ. അദ്ദേഹമാണ് ഈ ഒരു ലെജിസ്ലേഷൻ്റെ ഫാദറായി കണക്കാക്കുന്നത്. അല്ലെങ്കിൽ ഇന്ത്യൻ എവിഡൻസ് ആക്ട് ഡ്രാഫ്റ്റ് ചെയ്തത് ആരാണെന്ന് ചോദിക്കാം. അതിൻ്റെ ആൻസർ സർ ജെയിംസ് ഫിറ്റ്സ്ജെയിംസ് സ്റ്റീഫൻ ആണ്. ദ ലോ ഈസ് മെയിൻലി ബേസ്ഡ് അപ്പോൺ ദ ഫ്രെയിംവർക്ക് ബൈ ഹിം who could be called the founding father of this comprehensive piece of legislation. ഇന്ത്യൻ എവിഡൻസ് ആക്റ്റിൽ പ്രധാനമായും 11 ചാപ്റ്റേഴ്സാണ് ഉള്ളത്. അതുപോലെ 167 സെക്ഷൻസും ഉണ്ട്. ഓർത്ത് വയ്ക്കണം, 11 ചാപ്റ്റേഴ്സും 11 ചാപ്റ്റേഴ്സും 167 സെക്ഷൻസുമാണ് ഇന്ത്യൻ എവിഡൻസ് ആക്റ്റിലുള്ളത്. അറ്റ് ദാറ്റ് ടൈം ഇന്ത്യ വാസ് എ പാർട്ട് ഓഫ് ബ്രിട്ടീഷ് എംപയർ. ബ്രിട്ടീഷ് എംപയറിൻ്റെ ആധിപത്യത്തിലായിരുന്നു ഈ ആക്ട് ഇറങ്ങുന്ന സമയത്ത് ഇന്ത്യ. പിന്നെ ഇന്ത്യൻ എവിഡൻസ് ആക്ടിൻ്റെ പ്രധാനമായും കണ്ടൻസാണ് പറയാനുള്ളത്. കണ്ടൻസ് എന്ന് പറഞ്ഞാൽ 3 ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ദിസ് ആക്ട് ഈസ് ഡിവൈഡഡ് ഇൻ ടു 3 പാർട്സ് ആൻഡ് ദർ ആർ 11 ചാപ്റ്റേഴ്സ് ഇൻ ടോട്ടൽ അണ്ടർ ദിസ് ആക്ട്. പാർട്ട് 1 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡീൽസ് വിത്ത് റെലവൻസി ഓഫ് ഫാക്റ്റ്. പാർട്ട് 1 ഉണ്ട്, പാർട്ട് 2, പാർട്ട് 3. അതിന് 3 പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ പാർട്ട് 1 ഡീൽസ് വിത്ത് റെലവൻസി ഓഫ് ദ ഫാക്റ്റ്. ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് 1 പ്രിലിമിനറി ചാപ്റ്ററാണ്, വിച്ച് ഇൻട്രൊഡ്യൂസസ് ടു ദ എവിഡൻസ് ആക്ട്. സെക്കൻഡ് 1 റെലവൻസി ഓഫ് ദ ഫാക്റ്റ്. ഈ 2 കാര്യങ്ങളുമാണ്
പാർട്ട് 1-ലുള്ളത് 2 ചാപ്റ്റേഴ്സാണ് പാർട്ട് 1 പ്രകാരമുള്ളത്. ഫസ്റ്റ് വൺ പ്രിലിമിനറി ചാപ്റ്ററും സെക്കൻഡ് വൺ റെലവൻസി ഓഫ് ദ ഫാക്റ്റ്. പാർട്ട് 2 ചാപ്റ്റേഴ്സ് ഫ്രം 3 to 6, 3 മുതൽ 6 വരെയുള്ള ചാപ്റ്റേഴ്സാണ് പാർട്ട് 2-ലുള്ളത്. തേർഡ് വൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡീൽസ് വിത്ത് ദ ഫാക്ട്സ് വിച്ച് നോട്ട് ബി പ്രൂവ്ഡ്. ഫോർത്ത് വൺ ഡീൽസ് വിത്ത് ഓറൽ എവിഡൻസ്. ഫിഫ്ത്ത് വൺ ഡോക്യുമെൻ്ററി എവിഡൻസ്. സിക്സ്ത് വൺ സർക്കംസ്റ്റാൻസസ് വെൻ ഡോക്യുമെൻ്ററി എവിഡൻസ് ഹാസ് ബീൻ given preference over the oral evidence. Then last part 3 ആണ്. The last part consists of chapter 7 to 11. 7 എന്ന് പറയുന്നത് burden of proof. 8th one estoppel. 9th one witness. 10th examination of witness. 11th one improper admission and റിജക്ഷൻ ഓഫ് എവിഡൻസ്. കുറച്ച് ടഫാണെന്നറിയാം, എങ്കിലും ഓർത്തു വയ്ക്കുക ഏതെല്ലാം പാർട്ടിൽ ഏതെല്ലാം ചാപ്റ്റേഴ്സാണ്, ഓരോ ചാപ്റ്ററും എന്തിനെക്കുറിച്ചാണ് പറയുന്നത്, ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കുക. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ എവിഡൻസ് ആക്ട് അപ്ലൈസ് ടു ഓപ്ഷൻസ് പ്രൊസീഡിങ്സ് ബിഫോർ ട്രിബ്യൂണൽസ്, പ്രൊസീഡിങ്സ് ബിഫോർ ദ ആർബിട്രേറ്റർ, judicial proceedings in courts, all the above. Correct answer option C, judicial proceedings in courts. Indian Evidence Act applies to judicial proceedings in courts. Next one, Indian Evidence Act was drafted by options Lord Macaulay, Sir James F. Stephen Huxley, Sir Henry Summer Maine. Correct answer option B, Sir James F. Stephen. Indian Evidence Act was drafted by Sir James F. Stephen. Next one, oral evidence under section 60 of Evidence Act may be options direct only, hearsay, both A and B, either A or B. Correct answer option A, direct only. Oral evidence under section 60 of Evidence Act may be direct only. Under section 32(4) of Evidence Act, the declaration options as to public rights and customs are admissible, as to private rights and customs are admissible, as to both public and private rights and customs are admissible, only as to customs are admissible. Correct answer option A, as to public rights and customs are admissible. Next one, section 132 of the Indian Evidence Act does not apply to a statement made by a person during an investigation under section 159 CRPC, section 161 CRPC, section 163 CRPC, section 166 CRPC. Correct answer option B, section 161 CRPC. Next one, dash section of the Indian Evidence Act 1872 was inserted by the Criminal Law Amendment Act 2013. Options section 53, section 53A, section 119, section 119A. Correct answer option B, section 53A. Next question, according to section 61 of the Indian Evidence Act 1872, options the contents of documents must be proved by primary evidence, the contents of documents must be proved by secondary evidence, the contents of documents must be proved by both primary and secondary evidence, the contents of documents must be
proved either by primary or secondary evidence. Correct answer option D. The contents of documents must be proved either by primary or secondary evidence. ഇതേ ക്വസ്റ്റ്യൻ തന്നെ വേറൊരു രീതിയിലാണ് കഴിഞ്ഞ തവണത്തെ കേരള PSC എക്സാമിന് വന്നിരുന്നത്. ഞാൻ ആ ക്വസ്റ്റ്യൻ ഇവിടെ പറയാം. പ്രൈമറി എവിഡൻസ് അണ്ടർ സെക്ഷൻ 61 ഓഫ് Indian Evidence Act means option certified copies of documents, photostat copies attested by the gazetted officer, original documents produced before the court. None of these. അതിൽ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആയിട്ടുള്ള ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ബിഫോർ ദ കോർട്ട് എന്നതാണ്. അപ്പോൾ ചെറിയൊരു വ്യത്യാസം അവർ വരുത്തിയിട്ടുണ്ട്. എന്തായാലും ഡോക്യുമെൻറ്റ്സിനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് സെക്ഷൻ 61. അത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെക്ഷൻസ് ഓഫ് ദ ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872 gives provisions regarding proof as to electronic signatures? Options: Section 67, Section 67A, Section 67B, Section 67C. Correct answer option B, Section 67A. Which of the following section of the Indian Evidence Act deals with proof of other official documents? Options: Section 78, Section 82, Section 72, Section 74. Correct answer option A, Section 78. Next question. According to Section 65 of the Indian Evidence Act 1872, the secondary evidence can be admitted in dash exceptional cases. Options 3, 5, 7, 9. Correct answer option C, 7. Okay, next question നിങ്ങൾക്കുള്ളതാണ്. Admissibility of documents procured by illegal means under Indian Evidence Act is options: admissible, not admissible, admissible if relevant and its genuineness proved, none of these. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യുക. ഓക്കെ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.